നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ആദിത്യ ബിർള സൺ ലൈഫ് AMCയുടെ IPO മാർക്കറ്റിൽ എത്തിയിരിക്കുന്നു. സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 2768.26 കോടി രൂപയാണ് ഇവർ മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യുന്നത്. എല്ലാം തന്നെ ഓഫർ ഫോർ സെയിൽ ആണ്. അതായത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് വിറ്റഴിക്കുന്ന ഓഹരികളാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെയും കാനഡ ബേസ് ആയിട്ടുള്ള സൺ ലൈഫ് ഫിനാൻഷ്യൽസ് INCയുടെയും ജോയിൻഡ് വെഞ്ചറാണ് ആദിത്യ ബിർള സൺ ലൈഫ് AMC എന്ന് പറഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്നാണ് അർത്ഥം. മ്യൂച്വൽ ഫണ്ടുകളുടെ നടത്തിപ്പ് കമ്പനികളാണ് ഈ AMCകൾ. ആദിത്യ ബിർള സൺ ലൈഫ് മ്യൂച്വൽ ഫണ്ടിന്റെ നടത്തിപ്പുകാരാണ് ആദിത്യ ബിർള സൺ ലൈഫ് AMC. രാജ്യത്തെ ഏറ്റവും വലിയ 4ാമത്തെ AMC കമ്പനിയാണ് ആദിത്യ ബിർള സൺ ലൈഫ് AMC. 2.7 ലക്ഷം കോടി ആണ് ഇവർ കൈകാര്യം ചെയ്യുന്ന ഫണ്ടിൻ്റെ ആകെ മൂല്യം, അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 2.7 ലക്ഷം കോടി രൂപയാണ്. ഇക്കഴിഞ്ഞ ജൂൺ മാസമായിരുന്നു ഇവരുടെ IPO വരേണ്ടത്. പക്ഷേ സെബി എന്തുകൊണ്ടോ അത് മാറ്റിവെക്കുകയായിരുന്നു. ഇതിന് കാരണം വ്യക്തമല്ല. എന്തായാലും തന്നെ ഏറ്റവും വളരെ മികച്ച ഒരു IPO ആണിത്. ഇതിൻ്റെ വളരെ മികച്ച ഒരു ഫലം തന്നെ ഇതിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നല്ല ഈ IPOയുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റുകൾ ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ബിർള സൺ ലൈഫ് AMC നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജ്യത്തെ 4ാമത്തെ ഏറ്റവും വലിയ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. 2.7 ലക്ഷം കോടിയാണ് ഇവരുടെ AUM എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. 284 ലൊക്കേഷനുകളിലായിട്ട് മിക്കവാറും എല്ലാ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറികളിലും ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കുകൾ ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അതായത് KYC രജിസ്ട്രേഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഏകദേശം 65,000-ഓളം ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ആ രീതിയിൽ രജിസ്ട്രേഡ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉള്ളത്. കൂടാതെ 240-ഓളം നാഷണൽ ലെവലിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. പിന്നെ ബാങ്കുകളും ഇവരുടെ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇത്തരത്തിൽ രാജ്യത്തെ ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു AMC ആണിത്. ബോംബെ ബേസ്ഡ് ആണെന്നുള്ളത് നമുക്കറിയാം. ബിർള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഈ AMCയുടെ കീഴിൽ 135-ഓളം സ്കീംസ് ആണുള്ളത്. അതിൽ 35 ഇക്വിറ്റി സ്കീംസ് ആണ്, ഇക്വിറ്റി ആയിട്ട് ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ സാധാരണ എല്ലായിടത്തുമുള്ള സ്കീംസിന് പുറമെ ഡൈവേഴ്സിഫൈഡ് ടാക്സ് സേവിങ് സ്കീംസ് ഉണ്ട്, പിന്നെ ഹൈബ്രിഡ്, പിന്നെ സെക്ടർ വൈസ് സ്കീംസ്, പിന്നെ 93-ഓളം ഡെറ്റ് സ്കീംസ് ഉണ്ട്. അപ്പോൾ അതിലും സാധാരണ എല്ലായിടത്തുമുള്ള പോലത്തെ സ്കീംസിന് പുറമേ അൾട്രാ ഷോർട്ട് ഡ്യൂറേഷൻ, പിന്നെ ഫിക്സഡ് മെച്യൂരിറ്റി സ്കീംസ്, ഇങ്ങനെയുള്ള സ്കീംസുകളുണ്ട്. പിന്നെ 2 ലിക്വിഡ് സ്കീംസ് ഉണ്ട്. പിന്നെ 5-ഓളം ETF-കളും ഈ AMCയുടെ കീഴിൽ ഉണ്ട്. ഇതിനു പുറമെയാണ് PMS, ഓഫ് ഷോർ ആൻഡ് റിയൽ എസ്റ്റേറ്റ് ഓഫറിങ്സ്. ഇങ്ങനെ അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് 11,600 crores of rupees വരും. അത് കഴിഞ്ഞ 2020 ഡിസംബറിലെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത്രയും അധികം അസറ്റ് അണ്ടർ AUM ഉള്ള ഒരു AMC ആണിത്. അപ്പോൾ ഇവർ PMS എന്ന് പറയുന്നത് നമുക്കറിയാം, എന്താണ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ്. അതിലെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. കമ്പനിയുടെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളും ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. അതായത് കസ്റ്റമറെ ഓൺബോർഡിങ്, ഓൺലൈൻ പേയ്മെൻറ്റ്, പിന്നെ ട്രാൻസാക്ഷൻസ്, ഫണ്ട് മാനേജ്മെൻറ്റ്, ഡീലിംഗ്, അക്കൗണ്ടിങ്, കസ്റ്റമർ സർവീസ്, ഡാറ്റ അനാലിസിസ് തുടങ്ങിയിട്ടുള്ള മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും തന്നെ ഇതുപോലെ ഓട്ടോമേറ്റഡ് ആണ്, ഡിജിറ്റൈസ്ഡ് ആണ്. പ്രധാന പ്രൊമോട്ടർ ആദിത്യ ബിർള ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. അതുകൂടാതെ സൺ ലൈഫ് ഇന്ത്യ AMC ഇൻവെസ്റ്റ്മെന്റ് INC, അതായത് കാനഡ ബേസ്ഡ് ആയിട്ടുള്ള സൺ ലൈഫ് ഫിനാൻഷ്യൽ INCയുടെ അവരുടെ ഇന്ത്യൻ വെർഷനാണ്. അപ്പോൾ അവരാണ് 100% ഈ പ്രീ ഇഷ്യൂ സമയത്ത്, അതായത് ഇഷ്യൂ നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇവരുടെ കൈവശമാണ് 100% ഈ കമ്പനിയുടെ ഓഹരികളുള്ളത്.
ഇനി കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാറ്റ ബിർള ഗ്രൂപ്പുകളുടെയൊക്കെ സ്ട്രെങ്ത്തിനെ കുറിച്ച് നമ്മൾ എന്ത് പറയാനാണ് ഇന്ത്യയെ സംബന്ധിച്ച് അല്ലേ. അപ്പോൾ ലാർജസ്റ്റ് നോൺ ബാങ്ക് അഫിലിയേറ്റഡ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ. പിന്നെ വളരെ വെൽ റെക്കഗ്നൈസ്ഡ് ട്രസ്റ്റഡ് ബ്രാൻഡാണ് ഇത്. പിന്നെ എക്സ്പീരിയൻസ്ഡ് പ്രൊമോട്ടറാണ്. റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കസ്റ്റമർ ബേസ് കമ്പനിക്കുണ്ട് എന്ന് പറയാം. പിന്നെ വെൽ ഡൈവേഴ്സിഫൈഡ് പ്രോഡക്ട്സ്, ഇതെല്ലാം ഈ കമ്പനിയുടെ എടുത്തു പറയേണ്ട സ്ട്രെങ്ത് തന്നെയാണ്. കമ്പനി എന്തിനാണ് ഇപ്പോൾ ഒരു IPO നടത്തുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും പ്രൊമോട്ടേഴ്സിന് ഒരു 3,88,80,000 ഓഹരികൾ വിറ്റഴിക്കേണ്ടതുണ്ട്. അപ്പോൾ അവർ ഓഫർ ഫോർ സെയിലായിട്ട് പ്രൊമോട്ടേഴ്സ് കുറച്ച് ഓഹരികൾ വിറ്റഴിച്ച് ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് കൂടാതെ ലിസ്റ്റഡ് കമ്പനി ആവുക, എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുക, അതായത് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി കമ്പനിക്കുണ്ട്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസിലേക്ക് നോക്കാം. 2020 വരെയുള്ള കണക്കാണ്. 2021 പൂർണ്ണമായ കണക്കില്ല, 9 മാസത്തെ കണക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റവന്യൂ ആണ് നമ്മൾ ഈ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. 2019 1407.2 കോടിയാണ് കാണിക്കുന്നത് റവന്യൂ. അതിൻ്റെ അടുത്ത വർഷം ഒരു 173 കോടിയുടെ അടുത്തൊരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അത് പാൻഡമിക് സിറ്റുവേഷൻ ആയിരിക്കാം ഒരുപക്ഷെ. കാരണം അടുത്ത നമ്മൾ ഏറ്റവും പുതിയ കണക്ക് പൂർണ്ണമായിട്ട് ഒരു വർഷത്തെ ഇല്ലെങ്കിൽ പോലും 873.6 എന്നുള്ള നിലയിലേക്ക് അത് മെച്ചപ്പെട്ടു വന്നിട്ടുണ്ട്. എക്സ്പെൻസസ് ആണ് ഈ കോളത്തിൽ കാണുന്നത്. നെറ്റ് റവന്യൂ നോക്കൂ, 2018 349.1 കോടിയാണ്. അതിൻ്റെ അടുത്ത വർഷം 447.9 കോടിയായിട്ട് നെറ്റ് ഇൻകം വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 494.2 കോടിയായിട്ട് അത് വീണ്ടും വർദ്ധിച്ചു. അതിൻ്റെ അടുത്ത ഏറ്റവും പുതിയ കണക്കിൽ പൂർണ്ണമായ ഒരു വർഷത്തെ ഇല്ലെങ്കിലും 370.5 ഇവിടെ കാണിക്കുന്നത്. ഇനി മാർജിൻ പെർസെൻറ്റേജ് വളരെ മികച്ചതാണ്. 26.4 ആണ് 2018, 31.8 മാർജിൻ പെർസെൻറ്റേജ് 2019. അത് 40 വർദ്ധിച്ചിരിക്കുന്നു 2020. പിന്നീട് ഒരു വർഷം പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ തന്നെ 42.4 അതിൻ്റെ മാർജിൻ പെർസെൻറ്റേജ് കാണിക്കുന്നത്. അപ്പോൾ വളരെ മികച്ച ഒരു കണക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ വാല്യുവേഷൻസ് നോക്കുകയാണെങ്കിൽ EPS 17.17 ആണ്. അതുപോലെ പ്രൈസ് ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ പി റേഷ്യോ എന്ന് പറയുന്നത് 38.04, 38.97. പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 37.54. പിന്നെ ബുക്ക് വാല്യൂ 59.19. വാല്യുവേഷൻസ് എല്ലാം വളരെ നല്ല വാല്യുവേഷൻസ് ആണ്. അതുപോലെ തന്നെ നമുക്കറിയേണ്ട മറ്റൊരു കാര്യമാണ് ഇവരുടെ ലിസ്റ്റഡ് കമ്പനികളായിട്ടുള്ള പിയർ കമ്പനികൾ ഏതൊക്കെയാണ്, കോമ്പറ്റീറ്റേഴ്സ് ഏതൊക്കെയാണ്. നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഒന്ന്, പിന്നെ നമുക്ക് HDFC AMC ഉണ്ട്, പിന്നെ UTI AMC ഉണ്ട്. അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ മികച്ച നിലയിൽ തന്നെ മാർക്കറ്റിൽ നിൽക്കുന്ന കമ്പനികളാണ്. അതിൻ്റെ കൂട്ടത്തിലേക്കാണ് നമുക്ക് ഈ കമ്പനി കൂടി വരുന്നത്. ഇനി നമുക്ക് ആദിത്യ ബിർള സൺ ലൈഫ് AMC എന്ന് പറയുന്ന ഈ IPOയുടെ കീ പോയിന്റ്സിലേക്ക് ഒന്ന് നോക്കാം. ഇഷ്യൂ ഓപ്പൺ ആവുന്ന സെപ്റ്റംബർ 29 മുതൽ ഒക്ടോബർ 1 വരെയാണെന്ന് നമുക്കറിയാം. പ്രൈസ് ബാൻഡാണ് പ്രധാനപ്പെട്ട കാര്യം. 695 രൂപ മുതൽ 712 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ 712 രൂപയാണ് അതിൻ്റെ കട്ട് ഓഫ് പ്രൈസ്. ആ വിലയിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഫ്രഷ് ഇഷ്യൂ ഒന്നുമില്ല, എല്ലാം ഓഫർ ഫോർ സെയിലാണ്. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സോ പ്രൊമോട്ടേഴ്സോ വിറ്റഴിക്കുന്നതാണ്. 3,88,80,000 ഓഹരികളാണ് അവർ വിറ്റഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2,768.26 കോടി രൂപയാണ്. അതാണ് ഇഷ്യൂ സൈസ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരിക 6 ആയിരിക്കും, ഒക്ടോബർ 6 മിനിമം ലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഒരാൾ അപ്ലൈ ചെയ്യേണ്ടത് ഒരു ലോട്ട് എന്ന് പറഞ്ഞാൽ 20 ഷെയറാണ്. അപ്പോൾ അങ്ങനെ 14 ലോട്ട് വരെ ഒരാൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതായത് 280 ഷെയർസ് വരെ ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ഒരു ലോട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 20 ഷെയർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 14,240 രൂപയാണ് ചിലവ് വരുള്ളൂ. അപ്പോൾ മാക്സിമം 14 ലോട്ട് എന്ന് പറയുമ്പോൾ 250 ഷെയർ ആകുമ്പോൾ 1,99,360 രൂപ ആണ് ഒരു റീറ്റെയിലർക്ക് വേണ്ടി വരിക. ഫേസ് വാല്യൂ 5 രൂപയാണ്. അപ്പോൾ 5 രൂപയുടെ ഷെയറിനാണ് 712 രൂപ വില വരുന്നത്. റീറ്റെയിലേഴ്സിന് 35% റീറ്റെയിലേഴ്സിന് കൊടുക്കുന്നത്. BSEയിലും NSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലിസ്റ്റിംഗ് വരുന്നത് ഒക്ടോബർ 11 ആണ്.
ഇഷ്യൂ രജിസ്ട്രാർ കെഫിൻടെക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ലീഡ് മാനേജേഴ്സ് മിക്കവാറും എല്ലാ ലീഡിംഗ് ആയിട്ടുള്ള ലീഡ് മാനേജേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആക്സിസ് ക്യാപിറ്റൽ, BOFA സെക്യൂരിറ്റീസ്, സിറ്റി ഗ്രൂപ്പ് ഗ്ലോബൽ, HDFC ബാങ്ക് ലിമിറ്റഡ്, ICICI സെക്യൂരിറ്റീസ്, IIFL സെക്യൂരിറ്റീസ്, JM ഫിനാൻഷ്യൽ കൺസൾട്ടൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടക് മഹീന്ദ്ര ക്യാപിറ്റൽ, മോത്തിലാൽ ഓസ്വാൾ ഇൻവെസ്റ്റ്മെന്റ്, SBI ക്യാപിറ്റൽ, സെക്യൂരിറ്റീസ്, ഇത്രയും ലീഡ് മാനേജേഴ്സും ഈ ഇഷ്യൂവിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ആദിത്യ ബിർള സൺ ലൈഫ് AMC IPOയുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. എന്തായാലും ഇതൊരു വളരെ നല്ല IPO ആണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഞാനൊരു പാസ് മാർക്ക് കൊടുക്കുന്ന ഒരു IPO ആണിത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും അവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു IPO അപ്ലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. എന്തായാലും നമുക്ക് മറ്റൊരു IPOയുടെ വിശേഷങ്ങളുമായിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ബൈ.